പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ കയ്യിലുള്ള ഫോണിൽ DND എന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണെന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഈ ഓപ്ഷൻ കാണാൻ കഴിയുക നമ്മുടെ ഫോൺ മുകളിൽ നിന്ന് താഴോട്ട് ഈ ബാറിൽ നിന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിതാ നമ്മുടെ വൈഫൈ, വോളിയം, മൊബൈൽ ഡാറ്റ എന്നൊക്കെ ആണല്ലോ. സൈഡിലോട്ട് നീക്കിയ വേറെ ഓപ്ഷനൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് DND അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ഒരു ചെറിയൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതെന്താണെന്ന് ആദ്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതിയല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ഈ DND എന്താണെന്ന് അറിയാവുന്നവർക്കും ഈ വീഡിയോ കണ്ട് സമയം കളയേണ്ടതില്ല. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് വീഡിയോ കണ്ടാൽ അവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷൻ ആട്ടോ ഈ DND. അപ്പോൾ ഈ DND എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് സെറ്റിംഗ്സുകളൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് ആവുകയും നമ്മൾ കൊടുക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് ആവും. നമ്മൾ ഓരോ സമയം സൈലന്റ് ആക്കേണ്ടതില്ല, ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് ആവും. പിന്നെ അത് കഴിഞ്ഞ് ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആ സൈലന്റ് ഡിസേബിൾ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഷിഫ്റ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിലും ഇനി കിടന്നുറങ്ങുന്ന സമയത്ത് ഫോൺ സൈലന്റ് ആക്കി വെക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നേരെ ആ ഒരു സമയത്ത് നമ്മൾ ഫോൺ എടുത്തിട്ട് സൈലന്റ് ആക്കണം. അങ്ങനെ ചിലപ്പോൾ അത് മറന്നു പോകും. അപ്പോൾ മറ്റുള്ളവർ വിളിക്കുമ്പോൾ നമ്മൾ ഉറക്കം ബുദ്ധിമുട്ടാവും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ ഇത് നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ഉറങ്ങുന്നത്, നമുക്കൊരു ദിവസം നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയമൊക്കെ, പ്രത്യേകിച്ച് ഓരോ ഡ്യൂട്ടിയുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഓരോ സമയം ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ 2 സമയം, ഞാൻ ഉറങ്ങാൻ വരുന്ന 2 സമയത്ത് ഞാൻ ഇത് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഞാൻ കിടക്കുന്ന ഒരു സമയത്ത് ഈ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് ആവും. ഇനി ഞാൻ ചെയ്യാൻ മറന്നു പോയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് ആവും. ഇനി ഞാൻ ഉണർന്ന് ഞാൻ ഡ്യൂട്ടിയിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു സമയത്ത് ഞാൻ ടൈം സെറ്റ് ചെയ്യുന്ന ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സൈലന്റ് ഡിസേബിൾ ആവും ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ സൈലന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിട്ടാത്തൊരവസ്ഥ വരും. എന്നാൽ നമ്മൾ അത്യാവശ്യമായിട്ട് വിളിക്കുന്ന ആളുകൾ നമ്മൾക്കറിയാലോ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ട് നമ്മളെ പെട്ടെന്ന് വിളിക്കുന്ന നമ്മുടെ കുടുംബക്കാരിലെ പല ആളുകളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവരൊക്കെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുകയാണെങ്കിൽ അവരൊക്കെ വിളിക്കുന്ന സമയത്ത് മാത്രം റിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ കേട്ടോ. അതായത് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മറ്റുള്ളവർ വിളിക്കുന്ന സമയത്ത് ഫോൺ സൈലന്റ് ആയിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ നമുക്ക് വിളിക്കുമ്പോൾ നമ്മുടെ ഫോൺ റിങ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടി ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഗൈസ്, അതിന് ആദ്യം ചെയ്യേണ്ടത് ഓരോ ഫോണിലും ഓരോ രീതിയിലുള്ള സെറ്റിങ്സ് ആട്ടോ. അപ്പോൾ അത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോണിൻ്റെ മുകളിലുള്ള ഈ ബാറിൽ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ചില ഫോണിൽ നിന്ന് താഴെ നിന്ന് മുകളിലോട്ടായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഫോൺ ഏതാണ് അതിനനുസരിച്ച് വരും കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്തു. ഇനി എൻ്റെ ഈ ഫോണിൽ ഈ ഭാഗത്ത് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. വൈഫൈ, സൗണ്ട്, ബ്ലൂടൂത്ത്, പോർട്ടബിൾ, ഫ്ലൈറ്റ് മോഡ്, ടോർച്ച്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇനി സൈഡോട്ട് നീക്കി കഴിഞ്ഞാൽ അവിടെയും ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക DND അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് കാണാൻ കേട്ടോ. അപ്പോൾ അതിലൊന്ന് ലോങ് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിതാ ഇതുപോലെ വരും. അപ്പോൾ ഈ സൈഡിൽ സ്ക്രീനിൽ കാണുന്നത് ഞാൻ സെയിം ടൈമിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് കാണാം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ആഡ് ഷെഡ്യൂൾ ഒന്ന് കാണാൻ കഴിയും. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സമയവും ദിവസമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടോ. നമ്മൾ ഇതിൽ കൊടുക്കുന്ന ദിവസം, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സമയം, ആ ഒരു സമയത്ത് മാത്രം സൈലൻ്റ് ആവും, ആ ഒരു സമയത്ത് മാത്രം അത് സൈലൻറ്റ് ഡിസേബിൾ ആവും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവിടെ എല്ലാ ദിവസവും 7 ദിവസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ദിവസം എന്നുള്ളത് നമ്മൾ മുകളിൽ ഇങ്ങനെ ഓൾറെഡി ഇതിൽ ടിക്കറ്റ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ വേണ്ടാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ചില ആളുകൾക്ക് ഏതെങ്കിലും ദിവസം ലീവുള്ള ദിവസങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവർക്ക് സൈലൻ്റ് ആകേണ്ടതില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ദിവസം നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാം ഇതുപോലെ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞാനിതിൽ എല്ലാ ദിവസവും ഞാനിപ്പോൾ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇതിൽ ടിക്കാണ് മെയിനായിട്ട്. ഇനി തൊട്ട് താഴെ സ്റ്റാർട്ട് ടൈം, അതായത് നമുക്ക് ഫോൺ എപ്പോഴാണ് സൈലൻ്റ് ആകേണ്ടത് ആ ഒരു സമയമാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ രാത്രി 10 മണിക്ക് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കുകയാണ്. ഇനി എൻഡ് ടൈം, അതായത് ഈ സൈലൻ്റ് ആയി കിടക്കുന്ന ഫോണ് ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴാണ് സൈലൻ്റ് റിമൂവ് ആകേണ്ടത് ആ സമയം നമ്മളിവിടെ കൊടുക്കട്ടോ. ഇപ്പോൾ രാവിലെ ഒരു 5 മണിക്കാണെങ്കിൽ 5 മണിക്ക് കൊടുത്തിട്ട് നമ്മൾ AM സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡൺ കൊടുക്കുന്നു. അതായത് നിങ്ങൾക്ക് ഏതാണ് ടൈം ആ സമയം കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ സേവ് എന്ന് കൊടുക്കണം. അപ്പോൾ ഇതിൽ സേവിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ വരാത്തതിന് കാരണം ഇവിടെ നെയിം എന്ന് കാണാം. അവിടെ നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ സ്ലീപ്പ് എന്ന് ഞാൻ എഴുതി കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ സേവ് എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. എന്നാലും സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ സെറ്റായി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ദിവസം തന്നെ ഒന്നിലധികം ഷെഡ്യൂൾ ചെയ്യണോ, അതിനും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ നേരത്തെ കൊടുത്ത ആ ഷെഡ്യൂളിനെ തൊട്ടായ ആഡ് ഷെഡ്യൂൾ എന്ന് വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പോയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം ഇനി ഒരു പ്രത്യേക സമയത്ത്, അതായത് ഇനി വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു സമയം നമുക്ക് ഒരു 11:30 മുതൽ 12:30 വരെ അങ്ങനെയൊക്കെ പ്രത്യേക സമയം കൊടുത്തിട്ട് ഒരു ദിവസം തന്നെ
ഒന്നിലധികം ഷെഡ്യൂളൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും ട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ നമ്മളെ ഫോൺ സൈലന്റ് ആവും ട്ടോ. അപ്പോൾ അത് ചെയ്യാനും ഇതുപോലെ തന്നെ ഇനി അത് കാണിക്കേണ്ടതില്ലല്ലോ. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ആ ഒരു ദിവസം മുകളിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ടൈമും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇനി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട 2, 3 കാര്യങ്ങളുണ്ട്. അതുകൂടി ഞാൻ പറയാം ട്ടോ. അപ്പോൾ ഇതും കൂടി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല ട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത സംഗതികൾ മാത്രമേ ഇതിൽ വർക്ക് ആവുള്ളൂ. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, ഇനി തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം കാൾ മെസ്സേജ് ആൻഡ് കൺവേർട്ടഡ് എന്ന് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾസ് എന്ന് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ആരൊക്കെ വിളിച്ചാൽ റിങ് ചെയ്യണം അതാണ് ഇവിടെ ചോദിക്കുന്നത് ട്ടോ. അപ്പോൾ ഇവിടെ ഓൾ കോൺടാക്ട് ഓൺലി, അതായത് നമ്മൾ ഫോണിലുള്ള നമ്പറിലുള്ള ആളുകൾ വിളിച്ചാൽ മാത്രം കിട്ടിയാൽ മതി എന്നെങ്കിൽ കോൺടാക്ട് ഓൺലി കൊടുത്താൽ മതി. ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആര് വിളിച്ചാലും റിങ് ചെയ്യും ട്ടോ. പിന്നെ നോൺ എന്ന് കൊടുത്ത് ഏറ്റവും താഴെ നോൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആര് വിളിച്ചാലും നമ്മൾ ഫോൺ റിങ് ചെയ്യില്ല ട്ടോ. സൈലന്റ് ആയിട്ട് നിൽക്കും. റിങ് ചെയ്യും, പക്ഷേ സൈലന്റ് ആയിട്ട് നിൽക്കും. പുറത്തോട്ട് സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ കോൺടാക്ട് ഓൺലി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോൺടാക്റ്റിലുള്ളവർ മാത്രം. ഇനി ഫേവറേറ്റ് കോൺടാക്ട് ഓൺലി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകൾ വിളിച്ചാൽ മാത്രം റിങ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ട്ടോ ഫേവറേറ്റ് കോൺടാക്ട് ഓൺലി. അപ്പോൾ ഗൈസ്, ചില ഫോണിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ആഡ് കോൺടാക്റ്റ് ഉണ്ടാവും. അതായത് നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് കോൺടാക്റ്റ് ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ ഈ ഫോൺ എൻ്റെ കയ്യിൽ സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്, കുറച്ച് ഓൾഡ് മോഡലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെയുള്ള ഫോണിലൊക്കെ ആണെങ്കിൽ, അതായത് ഫേവറേറ്റ് കോൺടാക്റ്റ് ഓൺലി എന്ന് കാണിക്കുന്ന ഫോണാണെങ്കിൽ നമ്മുടെ ഫോണിലെ കോൺടാക്റ്റ് ഇടുക. നമ്മളിത് തൽക്കാലം മിനിമൈസ് ചെയ്തിട്ട് കോൺടാക്റ്റ് ചെയ്തെടുക്കുക. കോൺടാക്റ്റ് എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും നമുക്ക് ആരെ കോൾ വരുമ്പോഴാണോ നമുക്ക് റിങ് ചെയ്യേണ്ടത് അവരുടെ നമ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുക. നമ്പർ ഞാൻ സെലക്ട് ചെയ്തു. ഇനി നമ്പറിൻ്റെ ഡീറ്റെയിൽ എടുക്കുക. അപ്പോൾ നിങ്ങൾക്കിതാ ഏറ്റവും താഴെയായിട്ട് സൈഡിലായിട്ട് ഫേവറേറ്റ് എന്ന് കാണാം, ഒരു സ്റ്റാറിൻ്റെ ചിഹ്നം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗോൾഡ് കളർ അല്ലെങ്കിൽ മഞ്ഞ കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള നമ്പറുകളൊക്കെ ഇങ്ങനെ നമ്മൾ ഫേവറേറ്റിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആര് ഈ ഫേവറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകൾ വിളിക്കുമ്പോൾ മാത്രം നമ്മുടെ ഫോൺ റിങ് ചെയ്യും ട്ടോ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി ഇതാ അലാറം ആൻഡ് സൗണ്ട്, അതിന് തൊട്ട് താഴെയുള്ള ഒരു ഓപ്ഷനിൽ നിങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ അലാറം എന്നുള്ളത് നമ്മൾ ഓണാക്കി കൊടുക്കണം. അതായത് നമുക്ക് ഈ ഒരു പറഞ്ഞ സമയത്ത്, അതായത് സൈലൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അലാറം അടിക്കാൻ വേണ്ടി ഈ അലാറം എന്നുള്ള ഇത് നമ്മൾ ഓണാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ അലാറം അടിക്കുള്ളൂ, അല്ലെങ്കിൽ അലാറം സൈലൻ്റ് ആയിട്ടിരിക്കും. പിന്നെ മീഡിയ സൗണ്ട് അത് നമ്മൾ ഓണാക്കിയാൽ മാത്രമേ നമ്മൾ ഈ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഫോണിൽ വീഡിയോസോ എന്തെങ്കിലും യൂട്യൂബിൽ വീഡിയോ കാണുക എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് സൗണ്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ മീഡിയ സൗണ്ട് നമ്മൾ ഓണാക്കിയാൽ മാത്രമേ നമുക്ക് കേൾക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോയുടെ ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കും. കാരണം ഇതാണ് ഈ ഒരു മീഡിയ സൗണ്ട് നിങ്ങൾ ഓഫാക്കി വെച്ചിട്ട് നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ഒരിക്കലും വീഡിയോ പ്ലേ ആവും, പക്ഷേ നിങ്ങൾക്ക് സൗണ്ട് ഉണ്ടാകില്ല. ഇനി വാട്സപ്പ് എന്ത് സംഭവം ഇത് ഓണാക്കാതെ നിങ്ങൾക്ക് ഈ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് മീഡിയ സൗണ്ട് നമ്മൾ ഓണാക്കി കൊടുക്കുക. ടച്ച് സൗണ്ട് അത് അതായത് ഫോണിൻ്റെ ടച്ച് ചെയ്യുമ്പോഴുള്ള സൗണ്ട് അത് വേണ്ടവർ ഓണാക്കി കൊടുക്കുക. പിന്നെ കലണ്ടർ ഇവൻ്റ് റിമൈൻഡർ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ഓണാക്കി കൊടുക്കുക ട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഇനി ഒരു ടെൻഷനും വേണ്ട. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് സുഖമായിട്ട് കിടന്നുറങ്ങുക. നമ്മളെ മറ്റുള്ള ആളുകൾ, ഇപ്പോൾ നാട്ടിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വോഡഫോൺ, STC ഇങ്ങനെയുള്ളതൊക്കെ അതായത് വോഡഫോൺ, പിന്നെ നമ്മുടെ എയർടെൽ ഇങ്ങനെയുള്ള അവരൊക്കെ ഓരോ ഓഫറും പറഞ്ഞിട്ടൊക്കെ നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെയുള്ള കോളുകളൊന്നും നിങ്ങൾക്ക് വരില്ല. ഈ ഒരു ഓപ്ഷൻ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കോൾ ആരൊക്കെയാണ് ഓണാക്കി വെച്ചിട്ടുള്ളത് അത് മാത്രം റിങ് ചെയ്യുള്ളൂ ട്ടോ. അപ്പോൾ ഇത് എന്നെപ്പോലെയുള്ള, അതായത് ഈ ഷിഫ്റ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകളും എല്ലാം ഉണ്ടല്ലോ, അവർക്കൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ ഗൈസ്, ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാൻ നമ്മുടെ ലൈബ്രറി ടെക് എന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും